السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين، أما بعد. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. أمن تذكر جيران بذي سلم ماذا اجتزم عن جرى من مقلة بدم أم هبت الريح من تلقاء كاظمتي وأومض البرق في الظلماء من إلمي ذو സലമിലുള്ള അയൽക്കാരെ നിനച്ചതിനു അതല്ല കാളിമയിൽ കാറ്റിങ്ങടിച്ചതിനു ഇരുളുറ്റ രാത്രി അതിൽ ഇളമെന്ന താഴ്വരയിൽ നിന്നുള്ള മിന്നൽ പ്രകാശം കണ്ട കാരണമോ എന്തിനു പൊന്നു സുഹൃത്തേ നിന്റെ കണ്ണുകളിൽ രക്താശ്രുധാരകൾ നീ ചാലിട്ടൊഴുക്കിയത്? മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു എന്തോ അവ്യക്തമായ കാരണം വ്യക്തമാക്കാതെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ സങ്കല്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ തന്നെ, സ്വന്തം ആത്മാവിനെ തന്നെ മുമ്പിലിങ്ങനെ സങ്കല്പിക്കുകയാണ് ഒരു മനുഷ്യരൂപത്തിൽ. എന്നിട്ട് ആ മനുഷ്യനോട് വർത്തമാനം പറയുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ സ്വന്തം ശരീരത്തോട് തന്നെ സംസാരിക്കുക എന്നത് കവികളുടെ ഒരു സ്വഭാവമാണ്. ഇവിടെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് മഹാനവർകൾ സങ്കല്പിക്കുന്നത്. കാരണം വ്യക്തമാക്കുന്നില്ല. കരച്ചിലു തന്നെ സാധാരണ കരച്ചിലല്ല, ശക്തമായ കണ്ണുനീരാണ് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ആ കണ്ണുനീരിൽ രക്തം കലർന്നിട്ടുണ്ട്. രക്തപങ്കിലമായ ചെങ്കണ്ണീരാണ് അദ്ദേഹം ഒലിപ്പിക്കുന്നത്. അപ്പം ഇത്രയും വലിയ എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കരയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരയുന്നതിൻ്റെ കാരണം പറയൂ എന്ന് അദ്ദേഹത്തോട് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അതാണ് അമിൻ തദക്കുരി ജീറാനിൻ ബിദീ സലമി, ദീസലമിലുള്ള അയൽക്കാരെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത്? ദീസലം എന്ന് പറഞ്ഞാൽ ദൂസലം, മക്കക്കും മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. സലം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. അവിടെ ഈ വൃക്ഷങ്ങൾ, സ്ഥലം എന്ന് പറയുന്ന വൃക്ഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്തൊക്കെ ആ വഴിക്കാണ് പോയത്. മാത്രമല്ല, നബി തങ്ങൾ മക്കയിലേക്ക് പോകുമ്പോഴൊക്കെ ആ മരത്തിൻ്റെ അടുത്ത് അവിടെ ഇറങ്ങുകയും ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ബൂസീരി ഇമാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തിട്ടാണോ കരയുന്നതെന്നാണ് ചോദിക്കുന്നത്. അതും കവികളുടെ ഒരു സ്വഭാവമാണ്. ഒരാളെക്കുറിച്ച്, ഒരു ആത്മസഖിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രേമഭാജനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെ വ്യക്തമായി പറയാതെ അവർ പോയ വഴി, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന നാട്, അവരുമായി ബന്ധമുള്ള മറ്റേതെങ്കിലും സ്ഥലം ഇങ്ങനെ പറയലും കവികളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ ദീസലമിലുള്ള അയൽക്കാർ എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളാണല്ലോ. ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസി എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് ജീറാൻ. നീറാൻ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ബഹുമാനം കൊണ്ട് താഴീമായിട്ട് അയൽവാസികൾ എന്ന് നബി തങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ഖുർആനിലൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരാളെക്കുറിച്ച് ബഹുവചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമാണ് ഉദ്ദേശം എന്നും ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ദീസലമിലുള്ള അയൽക്കാരെ ഓർത്തിട്ടാണോ നീ കരയുന്നത്?
അതല്ലെങ്കിൽ അംഹബത്തിരീഹു മിൻ തിൽഖാഇ ഖാദിമ. ഖാദിമ എന്ന് പറയുന്ന സ്ഥലം മക്കക്കും മദീനക്കും ഇടയിലുള്ള ഒരു വഴിയാണ്, മദീനയിലേക്കുള്ള ഒരു വഴിയാണ് ഖാദിമ. അപ്പോൾ ആ വഴിയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമാണല്ലോ ജീവിച്ചത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ബന്ധമുണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേര് പറയുകയാണ്, വ്യക്തമാക്കി പറയാതെ. അതല്ല, ആ ഖാദിമ എന്ന സ്ഥലത്തൂടെ വരുന്ന മന്ദമാരുതൻ ആ കാറ്റ് നിന്നെ തഴുകി തലോടിയപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മ, അവരുടെ ആ ഗന്ധം ആ മന്ദമാരുതനിലൂടെ നിന്നിലെത്തിയോ? അപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിനക്ക് വന്നോ? അതുകൊണ്ടാണോ നീ കരയുന്നത്? അല്ലെങ്കിൽ ഇളം എന്ന് പറയുന്ന താഴ്വര മദീനക്കടുത്തുള്ള ഒരു താഴ്വരയാണ്. അവിടെ നിന്നിങ്ങനെ ഒരു മിന്നൽ പ്രകാശം വന്നപ്പോൾ, നല്ല ശക്തമായ കൂരി ഇരുട്ടിൽ മിന്നലിൻ്റെ പ്രകാശം ഇങ്ങനെ വന്നപ്പോൾ, ആ പ്രകാശത്തിലൂടെ ഇങ്ങനെ നേരിട്ടുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടപ്പെടുന്ന നിൻ്റെ ആത്മസഖിയെ നീ അതിലൂടെ കണ്ടോ? എന്നിട്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിന്നിൽ വന്നു പോയോ? അതുകൊണ്ടാണോ നീ കരയുന്നത്? എന്നിങ്ങനെ 2-3 കാരണങ്ങൾ ഇമാം അവർകൾ ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്. അപ്പോഴൊന്നും ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. അഥവാ എന്തിനാണ് കരയുന്നത്, ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ഈ ഖസീദത്തുൽ ബുർദ മഹാനായ ബൂസിരി ഇമാം രചിച്ചത് അദ്ദേഹത്തിന് പക്ഷാഘാതം അഥവാ തളർവാദം ഉണ്ടാവുകയും ഒരുപാട് ഡോക്ടർമാർ ചികിത്സിച്ച് സുഖപ്പെടുകയില്ലെന്ന് വിധിയെഴുതുകയും ചെയ്തപ്പോൾ മഹാനവർകൾ നേർച്ചയാക്കിയതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു മദ്ഹ് രചിക്കണമെന്ന്. അങ്ങനെ ഈ ഖസീദത്തുൽ ബുർദ രചിച്ചതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പാടിക്കൊടുക്കുകയും ചെയ്തു. പാടിക്കൊടുക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സന്തോഷം കൊണ്ട് അതിന് താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആടി നല്ല സന്തോഷത്തോടുകൂടി അത് കേൾക്കുകയും അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലുള്ള ഒരു പുതപ്പ് ബൂസിരി ഇമാമിന് പുതപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് ബുർദ എന്ന പുതപ്പ് എന്നർത്ഥമുള്ള ബുർദ എന്ന പേര് വന്നത്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തു. അങ്ങനെ തടവിയപ്പോൾ അവിടുത്തെ രോഗം സുഖപ്പെട്ടു. അതുകൊണ്ട് ബുർഅ എന്ന പേരിലും ഇത് പ്രസിദ്ധമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള മുഴുവൻ ആളുകളുടെയും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളും സുഖമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.